ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ അക്കാഡമിക് കലണ്ടർ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആദ്യം ആൾക്കാരെ നോക്കുന്നത് എന്താ? ഓണപ്പരീക്ഷ ഉണ്ടോ ഇല്ലേ എന്നാണ്. ഞാനിപ്പോൾ താഴെ നിന്ന് ചായ കുടിക്കുമ്പോൾ 3 കുട്ടികൾ പള്ളി കഴിഞ്ഞ് അവിടെ വന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ അവർ 8ാം ക്ലാസ്സിലാണ്. അവരോട് ഞാൻ ചോദിച്ചു, എടാ ഓണപ്പരീക്ഷ പഠിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങളെ സാറ് പറഞ്ഞിരിക്കണല്ലോ ഓണപ്പരീക്ഷ അല്ല, ക്രിസ്മസേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാനോട് പറഞ്ഞു, എടാ ഈവനിങ് എന്ത് ചെയ്തിട്ടുണ്ട്, സർക്കുലർ വന്നിട്ടുണ്ട്, വിദ്യാഭ്യാസ കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോഴും അവൻ പറഞ്ഞിരിക്കുന്നത്, അല്ല ഞങ്ങളെ സാറ് പറഞ്ഞിരിക്കണ് എന്ത് ഓണപ്പരീക്ഷ ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉടായിപ്പാണ്. എടാ വിദ്യാഭ്യാസ കലണ്ടർ വന്നിരിക്കുന്നു. 1ാം പാദവാർഷിക പരീക്ഷ, അതായത് നിങ്ങളുടെ ഓണം എക്സാം വരുന്നത് ഓഗസ്റ്റ് 20 മുതൽ 27 വരെയാണ് കേട്ടോ. സോ 20 മുതൽ 27 വരെ ഓണം എക്സാം വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ ഓണം എക്സാം 20 മുതൽ 27 വരെ വരുമ്പോൾ ആകെ 6 ദിവസം മാത്രമേ ഉള്ളൂ. അതായത് ഒരു ദിവസം 2 പരീക്ഷകൾ വീതം നടത്തിയെങ്കിൽ മാത്രമേ ആ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ ഓണപ്പരീക്ഷയുടെ എല്ലാ വിഷയങ്ങളും കവർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഒരു ദിവസം 2 പരീക്ഷയെ കഴിഞ്ഞല്ലോ, ഓരോന്നും ഓരോ പരീക്ഷ ആയിരുന്നല്ലോ. ശരിയാണ്, കഴിഞ്ഞ വർഷം 8 ദിവസം കൊണ്ടാണ് എന്ത് ചെയ്തത്, ഓണം എക്സാം നടത്തിയത്. ഈ കൊല്ലം 6 ദിവസം കൊണ്ട് നടത്തണം. 6 ദിവസം കൊണ്ട് നടത്തണമെങ്കിൽ 2 ദിവസം 2 പരീക്ഷകൾ വീതം നടത്തണം. എങ്കിലേ 10 സബ്ജക്റ്റ് അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. അതിന് നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ 2024-25 വർഷത്തിൽ നമ്മുടെ ഗവൺമെൻറ് നടത്തിയ ഓണപ്പരീക്ഷ നടന്നത് 9ാം ക്ലാസ്സിൽ ആദ്യം സാമൂഹ്യ ശാസ്ത്രം, അതായത് ആദ്യം നിങ്ങൾക്ക് SS ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് ബുധനാഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യും, അടുത്ത വിഷയമായ ഇംഗ്ലീഷ് ഉണ്ടാകും. അത് കഴിഞ്ഞ് നമ്മുടെ കലാകായിക ആർട്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട സാധനം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഹിന്ദിയാണ്. അപ്പോൾ 1, 2, 3 ഹിന്ദി വരുന്നു. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ്, പിന്നെ മാത്സ്. ഇവിടെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, സെക്കൻഡ് ലാംഗ്വേജ് വെള്ളിയാഴ്ച കഴിഞ്ഞ് പിന്നെ സ്പോട്ടിൽ മാത്സ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച 2 വിഷയങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട്, കെമിസ്ട്രിയും ഫിസിക്സും. പിന്നെ ബുധനാഴ്ച കൊണ്ടുപോയി 1ാം ഭാഷ, അതായത് ഫസ്റ്റ് ലാംഗ്വേജ് വെച്ചു. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച കൊണ്ടുപോയി ബയോളജി വെച്ചു. കാരണം 8 ദിവസങ്ങളായിട്ടാണ് കഴിഞ്ഞ വർഷം പരീക്ഷ നടത്തിയത്. അപ്പോൾ ഈ കൊല്ലം എങ്ങനെയായിരിക്കും ടൈം ടേബിൾ ഉണ്ടാവുക? ഈ കൊല്ലത്തെ ടൈം ടേബിൾ പ്രകാരം നിങ്ങളുടെ SS ചിലപ്പോൾ SS ആണോ ആദ്യം ഏതാ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല. എന്തായാലും 2 വിഷയങ്ങൾ വീതം, അതായത് ഒരു ദിവസം 2 എക്സാം, 2ാമത്തെ ദിവസം 2 എക്സാം, 3ാമത്തെ ദിവസം 2 എക്സാം, മൂന്നാമത്തെ ദിവസം 1 എക്സാം, 4 1 എക്സ്, 5 1 എക്സ്, 6 1 എക്സാം. ഇപ്പോൾ എത്രയായി? 1 2 3 4 5 6 7 8 വിഷയം ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി 2 വിഷയമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ 2 ആക്കി, ഇവിടെ 2 ആക്കി. അപ്പോൾ എത്രയായി? 2 4 6 8 10. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 6 ദിവസം കൊണ്ട് നിങ്ങളുടെ 10 വിഷയങ്ങളും എക്സാം നടത്തണമെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കണം ടൈം ടേബിൾ വരേണ്ടത്. അതായത് 1 2 3 4 ദിവസം 2 പരീക്ഷകൾ വീതം എഴുതേണ്ടി വരും. എന്താ ചെയ്യാം? എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, പഠിക്കുക തന്നെ. എടാ നിങ്ങളിവിടെ പഠിച്ചവിടെ എത്തിയോ? എന്തായാലും ഓണപ്പരീക്ഷയാണ് വരുന്നത്. ഓണപ്പരീക്ഷയെ നിങ്ങൾ സിമ്പിളായിട്ട് കാണണ്ട. പറയാനുള്ള റീസൺ എന്താണെന്നറിയോ? അത് ഇവിടെ തന്നെ പറയുന്നുണ്ട്. പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 20ാം തീയതിയാണ്. ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 20ാം തീയതിയാണ്. ഈ 20ാം തീയതി ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്താൽ 20ാം തീയതി ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 21 22 എക്സാം ഉണ്ട്. പിന്നെ 23 ശനിയാണ്, 24 ഞായറാണ്, ലീവ് കിട്ടി. പിന്നെ വീണ്ടും 25 പരീക്ഷ, 26 പരീക്ഷ, 27 പരീക്ഷ, 28 നിങ്ങൾക്ക് അവധിയാണ്. അന്ന് അയ്യങ്കാളി ജയന്തിയാണ്. അത് കഴിഞ്ഞ് 29ാം തീയതിയാണ് സ്കൂൾ അടയ്ക്കുന്ന ദിവസം. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 29. നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 1ാം പാദവാർഷിക പരീക്ഷയ്ക്ക് ശേഷം സ്കൂൾ അടയ്ക്കുന്ന ദിവസമാണ് 29. അപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് തയ്യാറെടുത്തോളാം. ടൈം ടേബിൾ വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത്. അത് പ്രകാരം നിങ്ങൾക്ക് 2 സബ്ജക്റ്റ് വീതം ഒരു ദിവസം വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ടെൻഷൻ ആക്കാൻ പറയുന്നതല്ല, ഇപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ ഓൺലൈൻ ക്ലാസ്സൊക്കെ കാണണം എന്നാണോ?
എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എവിടുന്ന് പഠിച്ചാലാണോ, സ്കൂളിലാണെങ്കിൽ സ്കൂളിൻ്റെ കൂടെ ട്യൂഷൻ ഉണ്ടെങ്കിൽ ട്യൂഷൻ, സ്കൂളിൻ്റെ കൂടെ ഓൺലൈൻ ആപ്പ് ആണെങ്കിൽ ആപ്പ്, എന്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പക്ഷേ MS സൊല്യൂഷൻസിൻ്റെ 9th ചാനലിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ഓണപ്പരീക്ഷ വരെ നിങ്ങൾക്ക് എല്ലാ ലൈവും കാര്യങ്ങളും പബ്ലിക്കായിട്ട്, അതും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നേരത്തെ ലഭിക്കും. MS സൊല്യൂഷൻസിൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് എന്താണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മതി. ഓണം എക്സാം എന്നല്ല, ഏതൊരു എക്സാമും അടുക്കുമ്പോൾ പരീക്ഷകൾ ദുഃഖമാണുണ്ണി, MS അല്ലോ സുഖപ്രദം എന്ന് പറയുന്നത് പോലെ പരീക്ഷകൾ ഉണ്ടെങ്കിൽ അവിടെ MS സൊല്യൂഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്കുള്ള 9ാം ക്ലാസ്സിൻ്റെ സൊല്യൂഷനാക്കി MS സൊല്യൂഷൻസ് നിങ്ങൾ നെഞ്ചോടെ ചേർത്ത് വെച്ചോളി. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കിടപ്പുമുറിയിൽ MS കൂടെ ഉണ്ടാകും. ഓക്കെ, സോ മടിക്കണ്ട, തിക്കണ്ട, തിരക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അവരോടെല്ലാം പറഞ്ഞേക്ക് MS വന്നിരിക്കുന്നു. എന്തിന്? ഓണം എക്സാം നമ്മൾ തകർത്തിരിക്കും. ഒരു വർത്താനൊന്നുമില്ല. അപ്പോൾ പരീക്ഷ വരുന്നത് ഓഗസ്റ്റ് 20 മുതൽ 27 വരെ. ഓണം എക്സാം കഴിയുന്നത് 27-നാണെങ്കിലും കൂട്ടുന്നത് 29-നാണ്. ഇടയിൽ അയ്യങ്കാളി ജയന്തി വരുന്നത് കൊണ്ട്. ഓക്കെ, വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS ഫ്രം. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ഉണ്ട് അവിടെ? ഇതുപോലുള്ള അപ്ഡേറ്റുകളും MS-ൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നേരത്തെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? MS സൊല്യൂഷൻസിൻ്റെ വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് ചാനൽ ഒന്ന് മെമ്പർ ആവുക. താഴെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു വാട്സപ്പ് ചാനൽ. ആ വാട്സപ്പ് ചാനൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നേരെ ഫോളോ ചെയ്യുക. പിന്നെ വാട്സപ്പ് ചാനൽ വരുന്ന വോയിസും വീഡിയോസും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ അല്ലേ? വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന്? വേറെ സൊല്യൂഷൻസ്. ബൈ.